മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് ഇനി കുതിര സവാരിക്ക് ഒരുങ്ങാം. രാജസ്ഥാനിൽ നിന്ന് 30 കുതിരകളെ അങ്ങാടിപ്പുറത്തെത്തിച്ച് പ്രവാസി വ്യവസായി. രാജസ്ഥാനിൽ നടക്കുന്ന പുഷ്കർ മേളയിൽ നിന്ന് പ്രവാസി വ്യവസായിയും മൃഗസ്നേഹിയുമായ അങ്ങാടിപ്പുറം സ്വദേശി വിഘ്നേഷ് വിജയകുമാറാണ് കുതിരകളെ സ്വന്തമാക്കിയത്. രാജസ്ഥാനിൽ നിന്ന് അനിമൽ ആംബുലൻസിലാണ് കുതിരകളെ നാട്ടിലെത്തിച്ചത്. കുതിരകളെ സമൂഹത്തിന് മുഴുവൻ ഉപകാരപ്രദമാക്കണമെന്നാണ് ഇദ്ദേഹത്തിന്റെ ആഗ്രഹം. സ്കൂളുകളുമായി അടുത്ത ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് ചർച്ച നടത്തും. വിദ്യാർത്ഥികൾക്ക് കുതിര സവാരിക്ക് സൗകര്യമൊരുക്കുകയാണ് ലക്ഷ്യം. ചെറുപ്പകാലം മുതലേ കുതിരപ്രേമിയാണ് വിഘ്നേഷ്. ഇന്ത്യയിലെ ഇൻഡിജിനസ് ഹോഴ്സ് സൊസൈറ്റി കമ്മിറ്റിയിലും അറേബ്യൻ ഹോഴ്സ് സൊസൈറ്റിയിലും അംഗമായ ഏക മലയാളിയാണ് വിഘ്നേഷ്. എനിക്ക് ഫാമിങ് അതേപോലെ തന്നെ അനിമൽ ബ്രീഡിങ്സ് ഇതിനെല്ലാത്തിനും വളരെ ഇതുള്ളതാണ്. നമുക്കിപ്പോൾ ഇവിടെ ഏകദേശം എൻ്റെ കയ്യിൽ മൊത്തമായിട്ട് 63 കുതിരകളുണ്ട്. ഞാൻ കേരളത്തിലും പണ്ട് കാലങ്ങളിൽ ഈ കൊറോണ സമയത്ത് ആദ്യമായിട്ട് കുതിരകളെ കൊണ്ടുവന്നതും ഞാനാണ്. അന്ന് നമ്മൾ മലപ്പുറം ജില്ലയിലേക്ക് ആദ്യമായിട്ടൊരു 6 കുതിരേനെ കൊണ്ടുവന്നു. അതിനുശേഷം നമ്മളൊരു 13 കുതിര വന്നു. അങ്ങനെ 36 കുതിരോളം കേരളത്തിലുണ്ടായിരുന്നു. അത് മലപ്പുറത്തായിരുന്നു അതിന് ഉണ്ടായിരുന്നത്. ഇപ്പോഴും അവിടെ നമ്മൾ ഒരു 6ഓളം കുതിരകൾ അവിടെ നിൽക്കുന്നുണ്ട്. അതുകൂടാതെ പിന്നെ നമ്മളിവിടെ അങ്ങാടിപ്പുറത്ത് സ്ഥലം വാങ്ങി. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്രൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു, അന്ന് കുട്ടികളെ പഠിപ്പിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. മെയിനായിട്ട് ഇതിൻ്റെ ഒരു മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇപ്പോഴത്തെ ഒരു യങ്ങർ ജനറേഷൻ പല കാര്യങ്ങളിലായിട്ടും മനസ്സുകൊടുപ്പം എല്ലാവരും മൊബൈൽസ് അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലേക്കും വഴിതിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ നമുക്കിപ്പോൾ കാണാം. അപ്പോൾ അതിൽ നിന്ന് ഒരു മനുഷ്യൻ്റെ മനസ്സിനെ ഒരു ക്രോഡീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഇതിനെ എന്താ പറയുക ഒരു വേറൊരു ലൈനിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ഏറ്റവും ബെസ്റ്റ് ജീവിയാണ് കുതിര എന്ന് പറയുന്നത്. അപ്പോൾ കുതിരയും അല്ലെങ്കിൽ ഹോഴ്സ് റൈഡിങ്ങും അറിയുന്നതന്നെ ഒരു വലിയ ഇതാണ്. കാരണം ഒരു ബോണ്ടേജ് ബിറ്റ്വീൻ ഹോഴ്സ് ആൻഡ് മാൻ എന്ന് പറയുന്നത് വളരെയധികം മനസ്സിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും മറ്റുള്ള പല രീതിയിലേക്ക് കുട്ടികളെ ചേഞ്ച് ആവാതിരിക്കാനും കഴിയും. അപ്പോൾ അങ്ങനെ ഒരു ആശയം കൂടി വെച്ചുകൊണ്ടാണ് കേരളത്തിലേക്ക് ഞാനിപ്പോൾ ഇത്രയധികം കുതിരകളെ കൊണ്ടുവന്ന്. അപ്പോൾ ഒരുവിധം എല്ലാ സ്കൂളുകളുമായിട്ടും കോളേജസുമായിട്ടും ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്കിതിൻ്റെ ഹോഴ്സ് റൈഡിങ്ങും അതേപോലെ തന്നെ എൻഡ്യൂറൻസിൻ്റെ ചില കാര്യങ്ങളും കേരള ടൂറിസത്തിന് ഞാൻ പറയില്ല കണ്ടമാനം ഹോഴ്സ് ഷിപ്സ് ഉള്ള യൂറോപ്യൻസ് ഇവിടെ വരുന്നുണ്ട്. നല്ല നല്ല ഏരിയാസ് നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു രീതിയിൽ ഇതിനെ ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈവൻ നമ്മുടെ ടൂറിസം ഡെവലപ്മെൻറ്റിനും വളരെയധികം സാധ്യത കാണുന്ന ഒരു ഫീൽഡാണ് ഈ ഫീൽഡ്. 70 കുതിരകൾ നിലവിൽ വിഘ്നേഷിന് സ്വന്തമായുണ്ട്. കുതിരകളെ മീൻകുളത്തിക്കാവ് ക്ഷേത്രത്തിൽ എത്തിച്ച ശേഷമാണ് ഫാമിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ നമുക്കൊരു കുതിര എന്ന് പറയുന്നത് ഒരു ജീവിയാണ്. നമ്മളിൽ അതേപോലെ തന്നെ ആത്മാവ് ഉള്ള ഒരു ജീവിയാണ് ഒരു കുതിര. അപ്പം അങ്ങനെയുള്ളൊരു ജീവി നമ്മൾ എന്ത് പൈസ കൊടുത്ത് വാങ്ങുന്നു എന്നുള്ളതിനെക്കാട്ടും കൂടുതൽ ഇമ്പോർട്ടൻസ് നമുക്ക് ആ ജീവിയുമായിട്ടുള്ള ആ ഒരു ഇഷ്ടം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വാങ്ങിയതിൽ നമുക്ക് ലൈനേജ് കുതിരകൾ കണ്ടമാനമുണ്ട്. അത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള കുതിരകളാണ്. ചില കുതിരകൾ നമുക്ക് ഞാൻ പറയില്ലേ ഈ ഫാർമേഴ്സായിട്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അറിയാം, നോർത്ത് ഇന്ത്യയിൽ ഇപ്പോൾ രാജസ്ഥാൻ അല്ലെങ്കിൽ ഗുജറാത്ത് ഈ ഏരിയയിൽ കർഷകരുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു കുതിരയുടെ മുകളിലാണ്. അപ്പോൾ അവർ ചെറിയൊരു കുതിരക്കുട്ടിയെ വാങ്ങുന്നു, കൊണ്ടുപോകുന്നു, ഒരു കൊല്ലത്തോളം അതിനെ നോക്കി വലുതാക്കുന്നു, അടുത്ത മേളയിൽ വന്ന് വിൽക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു ഇഷ്ടപ്പെട്ടൊരു സാധനത്തിന് വാങ്ങുന്ന സ്ഥലത്ത് ഇപ്പോൾ ഞാൻ വാങ്ങിയ പല കുതിരകളും അങ്ങനത്തെ ഫാമേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത്. കൊറോണ സമയത്ത് നമ്മൾ വാങ്ങിയ എല്ലാ കുതിരകളും ഈ പറയുന്ന ഫാമേഴ്സിൻ്റെ. അപ്പോൾ അവരുടെ ജീവിതത്തിൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ജീവിതത്തിലേക്കുള്ള വരുമാനം ഈ ഒരു കുതിരയിൽ നിന്നാണ് വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു വലിയ പുണ്യകർമ്മം എന്നും കൂടിയും ഞാൻ വിശ്വസിക്കുന്നു. നേരത്തെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കാണിക്കയായി ലഭിച്ച വാഹനം ലേലത്തിനെടുത്തും ക്ഷേത്രത്തിന് പുതിയ മുഖമണ്ഡപം സമർപ്പിച്ചും വിഘ്നേഷ് വിജയകുമാർ ശ്രദ്ധേയനായിരുന്നു. സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ്. മംഗല്യപ്പട്ടിനെന്നും സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പരപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976.